ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുകൊണ്ട് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയട്ടെ. ഇതിൻ്റെ മുമ്പ് ഇട്ട മുട്ടാപ്പത്തിൻ്റെ റെസിപ്പി മാഷാ അല്ലാ നല്ല റീച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും അതിലുണ്ടായിട്ടുണ്ട്. ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നല്ല ഉണക്കച്ചെമ്മീനും വെളിച്ചെണ്ണയിലിട്ട് വഴറ്റിയിട്ടുള്ളൊരു ചമ്മന്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി മാത്രം മതി. അപ്പം അതിന് വേണ്ടിയിട്ട് ഉണക്കച്ചെമ്മീൻ പാക്കറ്റിലുള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളത്. ലൂസായിട്ടും കിട്ടും, ഇതുപോലെ പാക്കറ്റിലായിട്ടും കിട്ടും. അപ്പോൾ ഏകദേശം ഒരു അരക്കപ്പോളുണ്ട് ഈ ഒരു ചെമ്മീൻ. ഇത് നമുക്ക് ഈ ഒരു ചെമ്മീൻ കച്ചറലുണ്ടെങ്കിൽ അതൊക്കെ എടുക്കുകയും ചെയ്യണം. പിന്നെ അത് മാത്രമല്ല ഈ ചെമ്മീൻ്റെ തല അടുത്തിക്കളയും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് തലയോടെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തല എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഞാനൊക്കെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തല എടുത്തിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കൽ. ഇനി നമുക്ക് ഇതിൻ്റെ തലയ്ക്ക് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഒന്നാമത് ഉണക്കച്ചെമ്മീൻ എന്തായാലും കഴുകിയിട്ട് തന്നെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മളെ വയറ്റിന് പറയാൻ കഴിയും ഇതെല്ലാം ഉണക്കിയിട്ടല്ല എങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് അരമുറി തേങ്ങയാണ് വേണ്ടത് ചമ്മന്തിക്ക്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുഞ്ഞുള്ളി വേണേനു ഒരു 5 കുഞ്ഞുള്ളി എടുത്താൽ മതി. കുഞ്ഞുള്ളി ഇല്ലാത്തത് കൊണ്ട് സാധാരണ സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ചെറിയ കഷ്ണം എടുത്താൽ മതി. പിന്നെ ഒരു 5-6 കായ്മുളകും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കരിവേപ്പില, 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇതിലിട്ട് കൊടുക്കണം. ഇതൊക്കെ വേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതലായിട്ട് വേണ്ട, 1 ടീസ്പൂൺ മാത്രം മതി വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ കഴുകി വെച്ച ചെമ്മീനൊരു ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് വറുത്താൽ മാത്രം മതി. കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുക്കേണ്ടത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഉണക്കച്ചെമ്മീൻ വേറെ സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കലുണ്ട്. ഈ ഒരു സ്റ്റൈലിൽ നിങ്ങൾ ഉണ്ടാക്കാത്ത ആളുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ ഒരു പാനിൽ തന്നെ നമുക്ക് അടുത്തത് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ ചിരണ്ടി വെച്ച തേങ്ങ അതിലേക്ക് ഇട്ടെടുക്കാം. പിന്നെ 2 അല്ലി വെളുത്തുള്ളി, കഷ്ണ സവാള, ഒരു 5-6 കായ്മുളക്, പിന്നെ ഒരു തണ്ട് കരിവേപ്പില, പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 2 മിനിറ്റ് വറുത്ത് കൊടുക്കണം. ഈ വൈറ്റ് കളർ തന്നെ തേങ്ങ വറുത്തെടുക്കണം. കളറൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 മിനിറ്റ് മാത്രം വറുത്തെടുത്താൽ മതി. ഇങ്ങനെ വറുത്തിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ തേങ്ങ ഒരു 2-3 മിനിറ്റ് വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചെമ്മീനും തേങ്ങയും എല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് പൊടിക്കുമ്പോൾ നമുക്കിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളമൊന്നും ചേർക്കേണ്ടാണ് ഇതൊന്ന് പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ പൊടിക്കുമ്പോൾ ഒരു ഓട്ടി വലിപ്പത്തിലുള്ള പുളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ ഒരു വലിപ്പത്തിൽ മതി, ചെറിയൊരു പീസ് അത്രയും വേണ്ടും. എന്നിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം അടിക്കേണ്ടത്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉണ്ടോ എന്നെല്ലാം നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് കാണും തന്നെ കഴിക്കാൻ തോന്നും. അപ്പോൾ ചോറിൻ്റെ കൂടി കഴിക്കുമ്പോൾ ഒന്നും പറയണ്ട, അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ വേറൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ചമ്മന്തി മാത്രം മതി. അപ്പോൾ ചമ്മന്തി ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിന് ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇട്ടതിൽ ഉപ്പ് പോരേനു. അപ്പോൾ വീണ്ടും ഇതിലേക്ക് കുറച്ചും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ടേസ്റ്റൊക്കെ നോക്കി അടിപൊളിയാണ്. ഇതാ പിന്നെ വെളിച്ചെണ്ണൻ്റെയും കായ്മുളകിൻ്റെ എല്ലാം ടേസ്റ്റ് വരുമ്പോൾ ഉണക്ക ചെമ്മീൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഈ ഒറ്റൊരു ചമ്മന്തി മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ ചോറ് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോസെല്ലാം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യണം. താങ്ക്